ചെയർമാന്റെ പാലായിലെ മത്സരം സംബന്ധിച്ച് മന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന പറഞ്ഞ കാര്യത്തെ കുറിച്ച് എന്തോ ഒന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇതൊരു LDFന്റെ വികസന മുന്നേറ്റ യാത്രയാണ്. ഏതെങ്കിലും നമ്മളൊരു പാർട്ടിയുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതല്ല. പിന്നെ അദ്ദേഹം എപ്പോഴും ഒരു KSC വളർന്നു വന്നയാളാണ്. ആ ചോരത്തിളപ്പ് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം സ്നേഹം കൂടുമ്പോൾ അതൊക്കെ പറയും. പിന്നെ അദ്ദേഹം മത്സരിക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ, അത് ഞാനാണേലും ഇപ്പൊ ഉള്ള MLA-മാരാണെങ്കിലും ഇനി മറ്റ് പ്രദേശങ്ങളിലുള്ള സ്ഥാനാർത്ഥിയാകുന്ന പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും. എന്ത് ഡയലോഗ്? മാണിസകാവിന്റെ പ്രവർത്തനങ്ങളിലെ പാലാ നിയമസഭാ മണ്ഡലത്തിൽ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് കഴിഞ്ഞ 5 വർഷക്കാലം വളരെയധികം പുറകോട്ട് പോയി. അത് നിങ്ങളുടെ അടുത്ത് പരിശോധിച്ചാൽ മതി. അത് ഞാൻ ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ. ഞാനിപ്പോൾ അത് മാനസികാപ്പൻ MLA ആണെങ്കിലും വേറെ ആരാണെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിക്കും. അത്രയേ ഉള്ളൂ. ഉത്തരവാദിത്തപ്പെട്ടതായതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചു. അതല്ല ആരെയും ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടല്ല. ജയിക്കുന്ന ഉറപ്പില്ലാന്നുള്ളതാണ് ഇവിടെ നാളെ ശരിക്കും പ്രവേശനത്തിന്റെ കാര്യം എടുത്ത് അത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല. അങ്ങനെ പ്രൊഫഷണൽ LDF കുറച്ച് നിൽക്കുന്നു പറഞ്ഞത് റോഷിയാണ്. കഴിഞ്ഞ ദിവസം ചെയർമാന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതും റോഷിയാണ്. അപ്പൊ റോഷിക്കാണോ ചെയർമാനെ നിങ്ങൾ ഒരു വാചോടെ എഴുതിയോ മൈക്ക് തട്ടിപ്പറിച്ചെന്ന് എഴുതിയത്? ഞാൻ പറഞ്ഞില്ലേ, അത് പറഞ്ഞില്ലേ? അത് നിങ്ങളെ വ്യാഖ്യാനങ്ങൾ പലതും ഉണ്ടാക്കിക്കോ. അതുകൊണ്ടൊന്നും ഞങ്ങൾ എപ്പോഴും ഒരു സൗഹൃദം ഈ പറയുന്ന ഒരു സഹോദര ബന്ധമാണ്. ഒന്ന്. രണ്ട്, പുള്ളി ഒരു ഞാൻ പറഞ്ഞ KSC വളർന്നു വന്നതുകൊണ്ട് ഞാൻ ചോരത്തിളപ്പൊക്കെ ഉണ്ട്. അത് പലപ്പോഴും വികാരപരമായിട്ടൊക്കെ സംസാരിച്ചെന്നിരിക്കും. അത്ര നടന്നത്. അതുകൊണ്ട് ആ രീതിയിൽ എന്നെ കണ്ടാൽ മതി.